Hello all, I am Jojo Tommy, an ACC member and a practicing faculty for the paper SBL since ACC introduced this paper. So SBL എന്ന പേപ്പറിനെ പറ്റി സ്റ്റുഡൻസ് വളരെ ഫ്രീക്വൻലി ഗൂഗിളിൽ എടുത്ത് ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നമുക്കിതൊന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. SBL എന്ന പേപ്പറിനെ പറ്റി ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ ACC സ്റ്റുഡൻസ് ആയിരിക്കും. കാരണം പി ലെവലിലുള്ള പേപ്പർ ആണല്ലോ SBL. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഡീസൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിവേ, ലെറ്റ് മീ പീൽ ഓഫ് ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പാസ് റേറ്റ് ഓഫ് SBL? SBL എന്ന പേപ്പറിന്റെ പാസ് റേറ്റ് എത്രയാണെന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. SBL എന്ന പേപ്പറിന്റെ പാസ് റേറ്റ് പറയുകയാണെങ്കിൽ അറൌണ്ട് 50%. ചില സെഷൻസിൽ 55% വരെ വരാറുണ്ട്. ബട്ട് നമുക്കെങ്കിലും പറയാം അപ്രോക്സിമേറ്റ്ലി 50% ആണ് SBLന്റെ പാസ് റേറ്റ്. 100 കുട്ടികൾ എക്സാം എഴുതുകയാണെങ്കിൽ 5 ആളുകളെങ്കിലും ഗ്ലോബലി പാസ് ആകുന്ന ഒരു പേപ്പറാണ് SBL. നമുക്കറിയാം പി ലെവൽസിലുള്ള ബാക്കി പേപ്പേഴ്സ് SBR, AFM, APM, AAA, ATX ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ SBL തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ പാസ് റേറ്റും കൺസിഡറബിളി ഹൈ ആണ്, വിച്ച് ഇസ് 50%. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പീൽ ഓഫ് ചെയ്യാം. വാട്ട് ഈസ് ദ എക്സാം ഫോർമാറ്റ് ഓഫ് SBL? SBL എന്ന പേപ്പറിന്റെ എക്സാം ഫോർമാറ്റ് എന്താണ്? മറ്റു പേപ്പേഴ്സിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് SBL. ഇതിന്റെ എക്സാം ഫോർമാറ്റ് പറയാനാണെങ്കിൽ 100 അവേഴ്സിന്റെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണ് SBL എന്നുള്ളത്. അതായത് ബാക്കി പേപ്പേഴ്സിലൊക്കെ ഉള്ള പോലെ ഒരു കമ്പനിയുടെ സിനാരിയോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, പിന്നെ വീണ്ടും പുതിയൊരു കമ്പനിയുടെ സിനാരിയോ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസ്, അങ്ങനെ മൾട്ടിപ്പിൾ കമ്പനീസും അതിനെ ബേസ് ചെയ്ത് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും SBL ഇല്ല. SBL നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരു കമ്പനിയും ആ കമ്പനിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഒരു കമ്പനിയെ ബേസ് ചെയ്തിട്ടുള്ള 3 ടാസ്കുകളായിരിക്കും നമുക്ക് SBL ഉണ്ടാവുക. ആൻഡ് മറ്റ് പേപ്പേഴ്സ് പോലെയല്ല, SBLിലുള്ള കമ്പനി ഏതാണെന്നും കമ്പനി ആയിരിക്കുന്ന ഇൻഡസ്ട്രി ഏതാണെന്നുള്ളത് എക്സാം ഡേറ്റിന്റെ 2 വീക്സ് മുന്നേ എക്സാമിനർ നമുക്ക് പ്രിസീൻ എന്ന പേരിൽ റിലീസ് ചെയ്തിട്ട് തരും. സോ നിങ്ങൾ എക്സാം ബുക്ക് ചെയ്ത ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ എക്സാം ഡേറ്റിന്റെ കൃത്യം 2 ആഴ്ച മുന്നേ നിങ്ങളുടെ MyACC ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡൗൺലോഡ് എ ഡോക്യുമെന്റ് ഫ്രം ദെയർ. ആ ഡോക്യുമെന്റിൽ കമ്പനിയെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനും കമ്പനി ആയിരിക്കുന്ന ഇൻഡസ്ട്രിയെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനും ഒക്കെ ഉണ്ടാവും. സോ പിന്നീടുള്ള 2 ആഴ്ച നിങ്ങളുടെ ട്യൂട്ടറുടെ കൂടെ നിങ്ങൾക്ക് എക്സാമിന് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, 2 ആഴ്ച മുന്നേ ക്വസ്റ്റ്യന്റെ കുറച്ച് ഭാഗം നമുക്ക് കിട്ടുകയല്ലേ, അങ്ങനെയാണെങ്കിൽ എക്സാം വളരെ എളുപ്പമല്ലേ എന്നുള്ളത്. ഒരിക്കലും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കുമെന്ന് പ്രെഡിക്ട് ചെയ്യാനൊന്നും ഈ കിട്ടുന്ന പ്രിസീനിൽ നിന്ന് നമുക്ക് കഴിയില്ല. അത് ഓർക്കുക. അപ്പൊ നല്ല രീതിയിൽ ആ ഇൻഡസ്ട്രിയെ പറ്റിയിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എക്സാമിന് ഒരു എഡ്ജ് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, ഹോപ്പ് യു ഗോട്ട് ദ ആൻസർ ഫോർ യുവർ സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ ഇവിടെ പീൽ ഓഫ് ചെയ്യാണ്. വാട്ട് ഈസ് ദ SBL സിലബസ്? SBLന്റെ സിലബസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജി പാർട്ട് മുതൽ ടെക്നോളജി, ലീഡർഷിപ്പ്, റിസ്ക് മാനേജ്മെന്റ്, കോർപ്പറേറ്റ് ഗവേണൻസ്, ഇങ്ങനെ കംപ്ലീറ്റ് ഏരിയാസും നമ്മുടെ SBL സിലബസിലുണ്ട്. സോ ബേസിക്കലി നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു ഓൺടർപ്രണർ ആവണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി SBL ഇസ് ദ പേപ്പർ ഫോർ യു. കാരണം ഒരു ഓൺടർപ്രണർക്ക് ഫേസ് ചെയ്യുന്ന എല്ലാ കൈൻഡ് ഓഫ് ചാലഞ്ചും, ഓർഗനൈസേഷൻ ഫേസ് ചെയ്യുന്ന റിസ്ക് എന്തൊക്കെയാണ്, ആ റിസ്ക് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയും, എന്തൊക്കെയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് സ്ട്രക്ചേഴ്സ് ആയിട്ട് നമുക്ക് കമ്പനിയിൽ വേണ്ടത്, ഇങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ SBL പഠിക്കുന്നുണ്ട്. സോ SBLന്റെ സിലബസ് വൈസ് പറയാനാണെങ്കിൽ ദാറ്റ് ഇസ് ആക്ച്വലി വെരി വാസ്റ്റ് സിലബസ്. ബട്ട് ആ സിലബസിനെ കൺഫൈൻ ചെയ്ത് സ്ട്രാറ്റജി, ലീഡർഷിപ്പ്, കോർപ്പറേറ്റ് ഗവേണൻസ്, റിസ്ക് മാനേജ്മെന്റ് എന്നൊക്കെ അടങ്ങിയ 8 പ്രധാനപ്പെട്ട ഏരിയാസ് ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് നമുക്ക് ഓൾറെഡി പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് വിത്തിൻ എ സ്പാൻ ഓഫ് 1 മന്ത് നമുക്ക് SBLന്റെ സിലബസ് നമ്മൾ നോർമലി ക്ലാസ്സസിൽ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. സോ വളരെ ക്വിക്ക് ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന സിലബസ് ആണ് SBLന്റേത്, ഈവൻ ദോ ഇറ്റ്സ് എ വെരി വാസ്റ്റ് സിലബസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പീൽ ഓഫ് ചെയ്യാം. വിച്ച് ഈസ് ദ ബെസ്റ്റ് ബുക്ക് ടു ലേൺ SBL? SBL എന്ന പേപ്പർ പഠിക്കാൻ ഏറ്റവും നല്ല മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ്. നമുക്കറിയാം BPP ഉണ്ട്, കപ്ലാൻ ഉണ്ട്, ACCയുടെ സ്റ്റഡി ഹബ് ഉണ്ട്. ഇതിനെല്ലാത്തിനും കാണുന്നു കൂടുതൽ ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യാം ഇലാൻസിന്റെ തന്നെ മെറ്റീരിയൽ. അതിന്റെ കാരണം ഇതാണ്, കപ്ലാൻ മെറ്റീരിയൽ ആയിക്കോട്ടെ, BPP മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇതൊക്കെ SBL എന്ന ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ 1200-ലധികം പേജസ് ആണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനുള്ളത്.
സ്വാഭാവികമായിട്ടും ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഈ ഒരു സിലബസ് കവർ ചെയ്യാൻ 2 മാസം എന്ന് പറയുന്ന സമയമൊന്നും പോരാ. കാരണം 1200 പേജ് വായിച്ചു മനസ്സിലാക്കി സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത് വളരെ മാമത്ത് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഇവിടെ ഇലാൻസിന്റെ മെറ്റീരിയൽ, ട്യൂട്ടേഴ്സ് ഡെവലപ്പ് ചെയ്ത് ഇലാൻസിന്റെ മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ വളരെ ക്വിക്കായിട്ട് ഈ 1200 പേജിനെ സമ്മറൈസ് ചെയ്തിട്ടുള്ള 8 യൂണിറ്റുകളാക്കി നമ്മൾക്ക് പഠിക്കാവുന്നതാണ്. സോ വളരെ ഈസിലി വിത്തിൻ ഒരു 15-20 ഡേയ്സ് ഉണ്ടെങ്കിൽ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് SBL സിലബസ് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. സോ ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ഇലാൻസ് മെറ്റീരിയൽസ് ഫോർ ഓൾ ദ പേപ്പേഴ്സ് ഓഫ് ACCA ആൻഡ് എസ്പെഷ്യലി SBL ആസ് വെൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ് SBL ആൻഡ് SBR സിമിലർ? എന്ത് ചോദ്യമാണ് ചോദിച്ചു വെച്ചിരിക്കുന്നത്? SBL ആൻഡ് SBR സിമിലർ. നിങ്ങൾ ACCA സ്റ്റുഡന്റ് ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവില്ല. ഇതൊരു പക്ഷേ 9 പേപ്പർ എക്സംഷൻ എടുത്തു കഴിഞ്ഞിട്ട് P ലെവൽസിലേക്ക് വരുന്നവരായിരിക്കാൻ ചോദിച്ചിട്ടുണ്ടാവുക. SBL-ഉം SBR-ഉം സിമിലർ ആണോ? ഒരിക്കലും അല്ല. SBR എന്ന പേപ്പർ നമ്മൾ സ്കിൽ ലെവലിൽ പഠിക്കുന്ന FR എന്ന പേപ്പറിന്റെ അപ്ഗ്രേഡ് ചെയ്ത അല്ലെങ്കിൽ അതിന്റെ ഒരു കുറച്ചുകൂടെ അഡ്വാൻസ് ടോപ്പിക്സ് ഒക്കെ വരുന്ന പേപ്പറാണ് SBR. SBL എന്ന പേപ്പർ ടോട്ടലി ന്യൂ ആയിട്ടുള്ള പേപ്പറാണ്. ഇതില് നമ്മൾ സ്കിൽ ലെവൽ പേപ്പേഴ്സിൽ പഠിച്ച ഒരുമാതിരിപ്പെട്ട എല്ലാ സബ്ജക്ട്സിന്റെയും നോളജ് SBL-ൽ ഇന്റഗ്രേറ്റഡ് ആണ്. അപ്പൊ SBL എന്നത് ഒരു ബിസിനസ് പേപ്പറാണ്. ഇഫ് യു ആർ ഗോയിങ് ടു ബി ആൻ ഓൺട്രപ്രണർ ഇൻ ഫ്യൂച്ചർ, then SBL is definitely the right paper for you. അപ്പൊ SBL-ൽ ഉള്ളത് ബിസിനസിന്റെ എല്ലാ ആസ്പെക്ട് അടങ്ങിയ പേപ്പറാണ്. SBR-ൽ കൂടുതലും ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളൊക്കെയാണ് SBR-ൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ ഇതൊരിക്കലും സിമിലർ അല്ല. എക്സാം സ്ട്രക്ചർ കൊണ്ടും എക്സാം ഫോർമാറ്റ് കൊണ്ടും ഒക്കെ ഇത് ഡിഫറെന്റ് ആണ്. ഓക്കെ, ബട്ട് സിമിലർ ആണ്. SBL-ഉം SBR-ഉം രണ്ട് മാൻഡേറ്ററി പേപ്പേഴ്സ് ആണ്. P ലെവലിൽ നമുക്ക് ഓപ്ഷണൽ പേപ്പേഴ്സ് ഉണ്ട്, മാൻഡേറ്ററി പേപ്പേഴ്സ് ഉണ്ട്. SBL ആൻഡ് SBR ആർ മാൻഡേറ്ററി പേപ്പേഴ്സ്. എല്ലാ സ്റ്റുഡൻസും നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട 2 പേപ്പേഴ്സ് ആണ് SBL-ഉം SBR-ഉം എന്നുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പീൽ ഓഫ് ചെയ്യാം. വിൽ ഐ ഫെയിൽ ഇൻ SBL ഇഫ് ഐ ഡോണ്ട് ഹാവ് കൊമേഴ്സ് ബേസിക്സ്? കൊമേഴ്സിന്റെ ബേസിക്സ് SBL പഠിക്കാൻ വരുന്ന സ്റ്റുഡന്റിന് ആവശ്യമേ ഇല്ല. പക്ഷെ ബിസിനസിന്റെ ബേസിക്സ് ഡെഫിനറ്റ്ലി ആവശ്യമുണ്ട്. കൊമേഴ്സ് എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നതും പറയുമ്പോൾ റിലേറ്റഡ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ഡിഫറെന്റ് അല്ലെ? എങ്ങനെ ഒരു ബിസിനസ് റൺ ചെയ്യണം, ബിസിനസ്സിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, പ്രൈസ് കുറച്ചിട്ട് സെല് ചെയ്യണോ പ്രൈസ് കൂട്ടി സെല് ചെയ്യണോ, അതേപോലെ ബിസിനസ്സിന് ഞാനൊരു CEO അല്ലെങ്കിൽ ബിസിനസ്സിന്റെ ഒരു ലീഡർഷിപ്പ് ഏൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ ഒരു ലീഡർഷിപ്പ് അപ്രോച്ചസ് എന്തായിരിക്കണം, നമ്മുടെ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള സ്റ്റൈലിലാണ് നമ്മൾ നമ്മുടെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള സിലബസ് ഏരിയാസ് ഒക്കെയാണ് നമ്മുടെ SBL-ൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ സിലബസ് ഏരിയ ഓൾറെഡി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ കൊമേഴ്സിന്റെ ബേസിക്സ് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമേ അല്ല. ബിസിനസ് ബേസിക്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി SBL നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേപ്പർ ആയിട്ട് മാറും. ഓക്കെ, സോ ഐ സീരിയസ്ലി റെക്കമെൻഡ് എവറി വൺ ഓഫ് യു ടു റീഡ് സം മാഗസിൻസ് ഓർ ടു വാച്ച് സം ബിസിനസ് മൂവീസ്. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് കാണുന്നതും അല്ലെങ്കിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള മൂവി സീരീസ് കാണുന്നതൊക്കെ ഡെഫിനറ്റ്ലി സഹായിക്കും. ഞാൻ എപ്പോഴും സ്റ്റുഡൻസിന്റെ അടുത്ത് SBL പേപ്പറിന് വരുമ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മൂവി സീരീസ് ഉണ്ട്, വിച്ച് ഇസ് സ്യൂട്ട്സ്, SUITS. സ്യൂട്ട്സ് എന്ന സീരീസിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നല്ല ടേംസ് SBL എന്ന പേപ്പർ എഴുതുന്ന സമയത്ത് നല്ല ടേംസും കാര്യങ്ങളൊക്കെ ബിസിനസ് ടേംസ് ഒക്കെ നമുക്ക് കിട്ടും. സോ ദിസ് മൈറ്റ് ബി ഹെൽപ്ഫുൾ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈസ് ഓഫ്ലൈൻ ലേണിംഗ് ഗുഡ് ഫോർ SBL? SBL എന്ന പേപ്പർ ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നുള്ളൂ. സ്പെസിഫിക്കലി ഞാൻ ഓൺലൈൻ ആണ് നല്ലത് ഓഫ്ലൈൻ ആണ് നല്ലതെന്ന് ഒരിക്കലും പറയില്ല. കാരണം SBL എന്ന പേപ്പറിൽ ഓഫ്ലൈൻ പഠിച്ച കുട്ടികളും അല്ലെങ്കിൽ ഓൺലൈൻ പഠിച്ച കുട്ടികളും നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇനി ഓൺലൈൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിലേ ആ ഒരു ഓൺലൈൻ ലേണിംഗ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ ഓൺലൈനിൽ നമ്മൾ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. ഇന്നത്തെ ദിവസം ഇന്ന ടോപ്പിക് നമ്മൾ ലൈവ് സെഷനിൽ പഠിക്കും, അടുത്ത ദിവസം അടുത്ത ടോപ്പിക് പഠിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ ട്യൂട്ടേഴ്സ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യും. സോ ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് SBL പേപ്പർ ചെയ്യാം. എസ്പെഷ്യലി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ നമ്മൾ ഓൺലൈനായിട്ട് പറയുന്ന സമയത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന ദിവസം തന്നെ നിങ്ങളത് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് പോവാം. പലപ്പോഴും വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അല്ലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് മടിയാണ്. അപ്പോൾ പലരും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, വീണ്ടും നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല. SBL എന്ന പേപ്പർ വളരെ ഈസിലി പാസ്സാകാൻ കഴിയും. ബിക്കോസ് നേരത്തെ പറഞ്ഞതുപോലെ അത്യാവശ്യം പാസ് റേറ്റ് ഉള്ള ഒരു 50% പാസ് റേറ്റ് ഉള്ള
നല്ല അടിപൊളി ഒരു പേപ്പറാണ് SBL. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പീൽ ഓഫ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഫിക്കൾട്ട് ഈസ് SBL? പാസ് റേറ്റ് 50% ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ഡിഫിക്കൽട്ട് ആണെന്ന് ഒരിക്കലും പറയില്ല. SBLന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ ജനറൽ ആയിട്ട് എഴുതേണ്ട കാര്യങ്ങളുണ്ട്. ജനറൽ ആയിട്ട് എഴുതേണ്ട കാര്യങ്ങളുണ്ട് എന്ന കമ്മ്യൂണിക്കേഷൻ പലരുടെ അടുത്ത് നിന്നും കേട്ടിട്ട് ഒരുപാട് സ്റ്റുഡൻസ് സെൽഫ് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു പേപ്പറാണ്. സെൽഫ് സ്റ്റഡി കുഴപ്പമൊന്നുമില്ല, ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ പലപ്പോഴും ഒരു റൈറ്റ് ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് സെൽഫ് സ്റ്റഡി പാളി പോകാറുണ്ട്. സേ ഫോർ എക്സാമ്പിൾ, SBL എന്ന പേപ്പറിന്റെ എക്സാം ഫീ തന്നെ അത്യാവശ്യം കൂടുതലാണ്. അപ്പൊ എക്സാം ഫീ ഇത്രയും വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്ന ക്ലാസ്സസ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ പലരും കോച്ചിങ്ങിന് പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സെൽഫ് പഠിക്കാം, ഇതൊരു ജനറൽ പേപ്പർ അല്ല എന്ന രീതിയിലേക്ക് ഡിസിഷനിലേക്ക് വരാറുണ്ട്. ചിലർക്ക് അത് വളരെ ഫേവറബിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ പാസ്സായി പോകാറുണ്ട്. ബട്ട് ചിലരുടെ കേസിൽ അവർക്ക് വീണ്ടും മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് 2, 3, 4 തവണ ഇത് ചെയ്ത സ്റ്റുഡൻസിനെ എനിക്കറിയാം. അതുകൊണ്ട് ഐ സീരിയസ്ലി റെക്കമെൻഡ് എവരി വൺ ടു ടേക്ക് ക്ലാസ്സസ് ഫോർ ദ പേപ്പർ SBL. കാരണം നമ്മളൊരു കൈൻഡ് ഓഫ് ഇത് സിംപ്ലിഫൈ ചെയ്ത് കണ്ട് വളരെ ലാഘവത്തോടെ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഫെയിൽ ആവുന്നത്. അപ്പൊ അതുകൊണ്ട് ഡെഫിനറ്റ്ലി 2, 3 തവണ SBLന്റെ എക്സാം എഴുതുക എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 75,000 ഇന്ത്യൻ റുപ്പീസിന്റെ എക്സ്പെൻഡിച്ചർ നമുക്ക് വരുന്നുണ്ട് അല്ലെ. അതിലും എത്രയോ നല്ലതാണ് നിങ്ങൾ നല്ലൊരു ക്ലാസ്സസ് എടുത്തിട്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ SBL എന്ന പേപ്പർ ക്ലിയർ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ ഇറ്റ് ഇസ് നോട്ട് ഡിഫിക്കൾട്ട്, ഇറ്റ് ഈസ് ഡിഫറെന്റ്. വീണ്ടും പറയുന്നത് SBL ഡിഫിക്കൾട്ട് അല്ല, SBL ഡിഫറെന്റ് ആണ്. സോ വി ഹാവ് ടു ഹാൻഡിൽ ഡിഫറെന്റ് ആസ് വെൽ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ പീൽ ഓഫ് ചെയ്യാണ്. ഹൗ മെനി അവേഴ്സ് should I learn to clear SBL in the first attempt? SBL ആദ്യത്തെ അറ്റംപ്റ്റിൽ പാസ് ആകണമെങ്കിൽ എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ SBL സിലബസ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഏകദേശം 100 അവേഴ്സിന്റെ ക്ലാസ്സസ് ആണ്. ഈ 100 അവേഴ്സിന്റെ ക്ലാസ്സസ് മാത്രം അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റിന് ഡെഫിനറ്റ്ലി എക്സാമിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും. അത് എൻ്റെ പേഴ്സണൽ ഗ്യാരണ്ടിയാണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് കോൺസെപ്റ്റ്സ് ഒക്കെ തറവാക്കുകയും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് കറക്റ്റ് ആയിട്ട് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത് ക്വസ്റ്റ്യൻസ് സബ്മിറ്റ് ചെയ്ത് മോക്ക് എക്സാംസ് എഴുതി അതിന്റെ ഫീഡ്ബാക്ക് വാങ്ങി ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ഡെഫിനറ്റ്ലി SBL എക്സാം പാസ്സാവും. സോ ഹൗ മെനി അവേഴ്സ് എന്നുള്ളതിന് സ്പെസിഫിക്കലി ഒരു ആൻസർ പറയാനില്ലെങ്കിലും സിലബസും ഈ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ കവർ ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 100 അവേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ബട്ട് ചിലരൊക്കെ എസ്പെഷ്യലി വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ലാസ്റ്റ് മിനിറ്റിൽ അവർ ഒരു ജോലി കാര്യങ്ങളൊക്കെ തിരക്കായിട്ട് നടന്നിട്ട് എക്സാമിന്റെ ഒരു 2 വീക്സ് മുന്നേ ആയിരിക്കും SBL പഠിക്കാൻ തുടങ്ങുക. ചിലർക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാറുണ്ട്. ബട്ട് ഐ ഡോണ്ട് റെക്കമെൻഡ് ദാറ്റ്. ബട്ട് ചിലപ്പോൾ ദാറ്റ് മൈറ്റ് ബി ഇനഫ്. ചില സമയത്ത് അത് മതിയായിരിക്കാം SBL പാസ്സാവാൻ. കാരണം 2 ആഴ്ച മുന്നേ SBL എക്സാമിനർ പ്രിസീൻ മെറ്റീരിയൽ റിലീസ് ചെയ്യും. റിലീസ് ചെയ്തതിന് ശേഷം അതിൽ ട്യൂട്ടേഴ്സും സ്റ്റുഡൻസ് എല്ലാവരും റിസർച്ച് നടത്തി അതിനെ ബേസ് ചെയ്തുള്ള ഒരു ട്യൂട്ടർ മെറ്റീരിയൽസ് നമ്മൾ ഈ ലാൻസിൽ ഡെവലപ്പ് ചെയ്ത് സ്റ്റുഡൻസിന് എല്ലാ സെഷനിലും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ആ ഒരു മെറ്റീരിയലൊക്കെ തന്നെ നല്ല രീതിയിൽ ഇരുന്നാൽ തന്നെ നമുക്ക് നല്ല ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, സോ നമ്മുടെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. അത്യാവശ്യം നല്ല രസകരമായ ക്വസ്റ്റ്യൻസ് ആയിരുന്നു സ്റ്റുഡൻസ്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, ടു ബി ഫ്രാങ്ക്, ഇത്തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാന്നുള്ളത്. ഹൂ ഇസ് ദ ടോപ്പ് ട്യൂട്ടർ ഇൻ SBL ഇൻ ഇന്ത്യ? ഫാസിലെ ഇമാരി ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തിനാ? വാട്ട് ഇസ് ദ ടോപ്പ് ട്യൂട്ടർ, സോറി, ഹൂ ഇസ് ദ ടോപ്പ് ട്യൂട്ടർ? ഹൂ ഇസ് ദ ടോപ്പ് ട്യൂട്ടർ എന്നുള്ളതിന് ഒരിക്കലും ഒരു റൈറ്റ് ആൻസർ നമുക്ക് പറയാൻ കഴിയില്ല. ഓരോ സ്റ്റുഡൻസിനും ഓരോ ടീച്ചേഴ്സിന് ഇഷ്ടമാണ് അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും സ്യൂട്ട് ആവുന്ന ടീച്ചിങ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എൻ്റെ ഒരു കേസിൽ പറയാനാണെങ്കിൽ ഞാൻ റിവിഷൻ കിറ്റ് SBL എന്ന പേപ്പറിലേക്ക് വരുന്ന സമയത്ത് ഞാൻ റിവിഷൻ കിറ്റ് അധികം പ്രാക്ടീസ് ചെയ്യിക്കാറില്ല. കാരണം SBLന്റെ റിവിഷൻ കിറ്റിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് SBL എന്ന പേപ്പർ ഉണ്ടാവുന്നതിന് മുന്നേ P1, P3 എന്ന പേപ്പേഴ്സിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് അറിയൂ എന്നറിയില്ല, മുൻപ് P1, P3 എന്ന 2 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇത് മേർജ് ചെയ്തിട്ടാണ് SBL ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് റിവിഷൻ കിറ്റിലുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻസ് കുറച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. SBL എന്ന പേപ്പറിൽ ഒരിക്കലും എക്സാമിനർ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ക്ലാസ്സിൽ വന്ന വെരി ഫസ്റ്റ് ഡേ ഞാൻ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുന്നതാണ്, നിങ്ങൾ ഒരിക്കലും റിവിഷൻ കിറ്റ് ഫോക്കസ് ചെയ്യരുത് എന്നുള്ളത്. ACCയുടെ ബാക്കി എല്ലാ പേപ്പേഴ്സും പാസ്സാകാനുള്ള ഒരേ ഒരു എളുപ്പവഴി റിവിഷൻ കിറ്റ്സ് നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ SBL എന്ന പേപ്പറിലേക്ക് വരുന്ന സമയത്ത് ഞാൻ സ്റ്റുഡൻസിന്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ റിവിഷൻ കിറ്റ് നോക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ പകുതി പേർക്കും അത് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക, നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ഡൂയിങ് റിവിഷൻ കിറ്റ് we will be practicing all the past papers, all the mock exams ഒക്കെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ACCയുടെ പാസ്റ്റ് എക്സാം ലൈബ്രറിയിലുള്ള കംപ്ലീറ്റ് പാസ്റ്റ് എക്സാംസും
പ്രാക്ടീസ് എക്സാംസും മോക്ക് എക്സാംസും ചെയ്ത് നിങ്ങൾക്കൊരു ഇൻഡിവിജ്വൽ ഫീഡ്ബാക്കും തന്നിട്ടേ നമ്മൾ SBL ക്ലാസ്സസ് സാധാരണ വൈൻഡ് അപ്പ് ചെയ്യാറുള്ളൂ. സോ ഐ ഹോപ്പ് ഇതിൽ 9 ചോദ്യങ്ങൾ ഡെഫിനറ്റ്ലി ഗൂഗിളിൽ നിന്ന് കുട്ടികൾ ചോദിച്ച ചോദ്യമാണ്. അവസാനത്തെ ചോദ്യം എനിക്ക് തോന്നുന്നു ഇവരുണ്ടാക്കി വെച്ചതാണെന്ന് തോന്നുന്നു. എനിവേ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ സെഷൻ. നിങ്ങൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ കമന്റ് ബോക്സിൽ ഇടാം. I will be answering all your questions. Okay? So good luck guys. Good luck for your SBL exams.